ഹലോ. അപ്പോൾ നമുക്കിന്ന് സ്ലീവ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുക്കുന്നത് ആം ഹോളിൻ്റെ അളവാണ്. ആം ഹോളിൻ്റെ അളവ് ഞാൻ എടുത്തത് 7 ഇഞ്ചാണ്. ഈ ഒരളവ് മതിയാവും നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ. അതിനുവേണ്ടി ഞാൻ സ്ലീവിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് രണ്ടായിട്ട് മടക്കിയാണ് അതിനെ ഒന്നും കൂടി മടക്കുന്നുണ്ട്. അങ്ങനെ 4ആയാണ് നമുക്ക് സ്ലീവിൻ്റെ തുണി മടക്കേണ്ടത്. ഇതുപോലെ 4 ഭാഗമായിട്ട് നമുക്ക് കിട്ടണം. ഇനി ഞാൻ അടുത്തത് അടയാളപ്പെടുത്തുന്നത് സ്ലീവിൻ്റെ ലെങ്ത്താണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് എനിക്ക് 13 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ചും കൂടി കൂട്ടി 14.5 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ 1.5 ഇഞ്ച് എന്തിനാണ് തയ്യൽ തുമ്പ് എന്ന് വെച്ചാൽ 1/2 ഇഞ്ച് നമുക്ക് ആം ഹോൾ ജോയിൻ ചെയ്യുന്നേരം ആവശ്യമാണ്. 1 ഇഞ്ച് നമുക്ക് സ്ലീവ് മടക്കി തയ്ക്കൂലേ അതിന് വേണ്ടിയിട്ടുമാണ്. ഇതൊന്ന് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം. അങ്ങനെ അടുത്തത് അടയാളപ്പെടുത്തുന്നത് നമ്മൾ ആം ഹോൾ എടുത്തിരുന്നത് 7 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി 8 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ ആം ഹോൾ അളവെടുത്തേര് 7 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി 8 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തുകയാണ്. ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തണം. തയ്യൽ തുമ്പ് ഞാൻ 2 ഇഞ്ചാണ് എടുക്കുന്നത്. 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്താം. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തുന്നേരം സ്ട്രൈറ്റായിട്ട് വരക്കാതെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കോർണറിലെ ഈ സ്ലീവ് തുടങ്ങുന്നതിൻ്റെ കോർണറിൽ നിന്ന് നമ്മൾ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തിയിടത്തേക്ക് നമുക്ക് ചെരിച്ചൊരു ലൈന് കൊടുക്കാം. ഇനി അവിടുന്ന് ഒരു 1/2 ഇഞ്ച് വെച്ച് കർവ് ഷേപ്പിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് ഫ്രണ്ടിലെ സ്ലീവ് ഒന്ന് കുഴിച്ച് വെട്ടണം. അതിനെ നമ്മൾ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് നമ്മളൊന്ന് കുഴിച്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി അടുത്തത് വേണ്ടത് സ്ലീവ് റൗണ്ടാണ്. സ്ലീവ് റൗണ്ട് 4.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂട്ടി 6 ഇഞ്ച് സ്ലീവ് റൗണ്ട് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് താഴോട്ടേക്കായിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ലൈൻസിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി വെക്കാം. നിവർത്തി വെക്കുമ്പോൾ നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം, ഒരു സ്ലീവിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ മറ്റേ സ്ലീവിൻ്റെ നല്ല വശം വെച്ച് നമ്മളൊന്ന് കുഴിച്ച് അടയാളപ്പെടുത്തിയിട്ടില്ലേ, അതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് കൈക്കുഴിയാണ് ഈ കുഴിച്ച് വെട്ടിയത്. അത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവ് കട്ട് ചെയ്യേണ്ട പണി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.